കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠന ചിന്തയോടനുബന്ധിച്ച് നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നടന്നു വരുവാൻ കർത്താവ് സഹായിച്ച എല്ലാ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠന്മാരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്ന ദൈവമക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുകുട്ടികൾ, മാതാപിതാക്കൾ, നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ ചൊല്ലുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വചനത്തിലൂടെ ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ മുന്നറിയിപ്പുകളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 മുന്നറിയിപ്പുകൾ, ഒന്നാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം കാണാപ്പാടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നാമത്തത്, ഇത്ര വലിയ രക്ഷയെ നാം എന്ത് ചെയ്യരുത്, ഗണ്യമാക്കാതെ പോകരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യരുത്, ഹൃദയം കഠിനമാക്കരുത്, ദുഷ്ടഹൃദയം നമുക്ക് എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വസ്ഥത എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടരുത്. നമ്മൾ ഇന്നലെ ആ ഭാഗമാണ് ചിന്തിച്ച് അവസാനിപ്പിക്കുവാനായിട്ട്, അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തുവാനായിട്ട് ഇടയായി തീർന്നത്. 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു യോശുവയെക്കാട്ടിലും വലിയവനായ കർത്താവാണ് എന്നവിടെ ലേഖകൻ സൂചിപ്പിക്കുകയാണ്. 3 പ്രാവശ്യം സ്വസ്ഥത എന്ന പദം നമുക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഒന്നാമത്തെ പ്രാവശ്യം സ്വസ്ഥത എന്ന പദത്തിനെ ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവായ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ നിന്നുള്ള സ്വസ്ഥതയാണ്. അതിനാണ് 7-ാം നാളിൽ അവൻ എന്ത് ചെയ്തു, സ്വസ്ഥമായിരുന്നു എന്ന് പറയും. തൻ്റെ പ്രവൃത്തികളിൽ നിന്നുള്ള ഒരു വിരാമത്തെ നമ്മൾ കണ്ടു. രണ്ടാമത്തെ സ്വസ്ഥത എന്ന് പറയുന്നത് 5-ാം വാക്യത്തിലാണ് നമ്മൾ കണ്ടത്. ആ സ്വസ്ഥത എന്ന് പറയുന്നത് കനാന്റെ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്തം നൽകിയ സ്വസ്ഥതയാണ് നമ്മൾ കാണുവാനിടയായി തീർന്നത്. അവസാനമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ച് അവസാനിപ്പിച്ചത് 9-ാം വാക്യത്തിൽ. ആകയാൽ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ശബത്താനുഭവം എന്ത് ചെയ്തിരിക്കുന്നു, ശേഷിച്ചിരിക്കുന്നു. ആദ്യത്തെ 2 അവരുടെ പ്രവൃത്തികളിൽ നിന്നുള്ള വിരാമമായിരുന്നുവെങ്കിൽ ശബത്താനുഭവത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് അത് പ്രവൃത്തികളിൽ നിന്നുള്ള വിരാമമല്ല, മറിച്ച് അതൊരു ആഘോഷമാണ് എന്ന് നമ്മൾ കാണുവാനായിട്ട് ഇത്രയും. അപ്പോൾ ലേഖകൻ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് നമുക്ക് വെച്ചിരിക്കുന്ന ആ സ്വസ്ഥത എന്ന് പറയുന്നത്, നമുക്ക് വെച്ചിരിക്കുന്ന ആ വാഗ്ദത്തം എന്ന് പറയുന്നത് അതൊരാഘോഷമാണ് എന്ന് നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇനി വേഗത്തിൽ അതിൻ്റെ ഒരു തുടർന്നുള്ള ഭാഗങ്ങളോടെ വേഗത്തിലൊന്ന് ചിന്തിച്ച് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുക. എന്താണ് ഈ 3 സ്വസ്ഥതയുടെയും സിഗ്നിഫിക്കൻസ്? നമ്മുടെ ഒരു ബിലീവറിൻ്റെ ജീവിതത്തിൽ, ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഈ 3 സ്വസ്ഥതയുടെയും സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, 11-ാമത്തെ വാക്യങ്ങൾ, 10, 11 ഒക്കെ വാക്യങ്ങൾ വായിച്ചാൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ 3 പോയിന്റായിട്ട് നിങ്ങൾക്ക് വേഗത്തിൽ ഓർപ്പിക്കാം. ഒന്നാമത്തത് എന്ന് പറയുന്നത് സൃഷ്ടിയുടെ സ്വസ്ഥതയാണ്. അതായത് ക്രിയേഷൻ്റെ റെസ്റ്റാണ് നമ്മൾ കണ്ടത്. അത് കർത്താവ് എന്ത് ചെയ്തു, 7-ാം നാളിൽ എന്ത് ചെയ്തു, സ്വസ്ഥമായിട്ട് ഇരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കാണുവാനിടയായി തീർന്നു, പ്രവൃത്തിയിൽ നിന്നുള്ള വിരാമമാണ്. എന്താണ് ആ പ്രവൃത്തിയിൽ നിന്നുള്ള വിരാമം? ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ, ഒരു ബിലീവറിന്റെ ജീവിതത്തിൽ സിഗ്നിഫിക്കൻസ് എന്താണ്? അവിടെ പറയുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ദൈവം ചെയ്യേണ്ട പ്രവൃത്തി എന്ത് ചെയ്തു, ചെയ്തു തീർത്തു. അവിടെ അത് നമ്മുടെ ജസ്റ്റിഫിക്കേഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നീതീകരണമായിട്ട് എന്ത് ചെയ്തിരിക്കുക, കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ലേഖകൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തത് കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ട് അല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മമാർഗങ്ങൾ കൊണ്ട് നമ്മൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയുകയില്ല, നീതീകരിക്കപ്പെടുവാൻ കഴിയുകയില്ല. മറിച്ച് നമുക്ക് നീതീകരിക്കപ്പെടുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാലത്രേ. ദൈവത്തിൻ്റെ കൃപയാലത്രേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു പദം നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കും. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പറഞ്ഞ പദമാണ് ടെറ്റലസ്റ്റായി. എന്താ? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എവ്രിതിങ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി കാണുന്നത് ദൈവം ചെയ്യേണ്ട പ്രവൃത്തി മുഴുവൻ എന്ത് ചെയ്തു, സ്തോത്രം. അപ്പോൾ പ്രവൃത്തി കൊണ്ട് എവിടെ കിടക്കുകയില്ല, സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല. നീതീകരിക്കപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കുക. ഇനി രണ്ടാമത്തേതാണ് കനാന്റെ സ്വസ്ഥത. എന്താണ് കനാന്റെ സ്വസ്ഥത നമ്മോടുള്ള ജീവിതത്തിൽ സിഗ്നിഫിക്കൻസ് ആയി കാണുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
കനാന്റെ സ്വസ്ഥത എന്ന് പറയുന്നത് നിത്യതയല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. കനാന്റെ സ്വസ്ഥത എന്ന് പറയുന്നത് നിത്യതയല്ല. പിന്നെന്താ കനാന്റെ സ്വസ്ഥത എന്ന് പറയുന്നത്? കനാന്റെ സ്വസ്ഥത ഇസ്രായേൽ മക്കളെ കൊണ്ടുള്ള ചിന്തയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം വാഗ്ദത്തം കൊടുത്ത ദേശമാണ് എന്തെന്ന് പറയുന്നത്? കനാൻ എന്ന് പറയും. അവിടെ ദൈവം ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അവർ എന്ത് ചെയ്യണം? സ്വസ്ഥമായ ഒരു ജീവിതം എന്ത് ചെയ്യണം? ജീവിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തികളിൽ നിന്നൊക്കെ നിന്ന് സ്വസ്ഥമായ ഒരു ജീവിതം എന്ത് ചെയ്യണം? ജീവിക്കണം. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ യുദ്ധങ്ങളോ മറ്റൊന്നുമില്ലാതെ സ്വസ്ഥമായ ജീവിതം എന്ത് ചെയ്യണം? ജീവിക്കണം. അതുകൊണ്ട് നമ്മളവിടെ കാണുന്നത് യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ പറ്റി എന്ത് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് യോശുവയിലൂടെ, യോശുവയുടെ നേതൃത്വത്തിൽ ജനം എവിടെ കടന്നു? വാഗ്ദത്ത നാട്ടിൽ എന്ത് ചെയ്തു? കടന്നു. പക്ഷെ ജീവിതത്തിൽ എന്ത് അനുഭവിച്ചിട്ടില്ല? സ്വസ്ഥത അനുഭവിച്ചിട്ടേ ഇല്ല. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ ജയകരമായ ഒരു ജീവിതം ആരനുഭവിച്ചിട്ടില്ല? ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തിട്ടില്ല? അപ്പോൾ കനാന്റെ സ്വസ്ഥത നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ നാം എങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കണം? ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വിശ്വസിക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്വസ്ഥത ജസ്റ്റിഫിക്കേഷനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ രണ്ടാമത്തെ കനാന്റെ സ്വസ്ഥത സാന്റിഫിക്കേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. എന്താണെന്നറിയാമോ? വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ദൈവമക്കളോട് ചേർന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ജയകരമാകണമെങ്കിൽ നാം ഓരോ ദിവസം എങ്ങനെ ജീവിക്കണം? വിശുദ്ധിയോടെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിശ്വസിക്കുക. അപ്പോൾ കനാന്റെ സ്വസ്ഥത വളരെ വ്യക്തമായി പുതിയ നിയമ ഇസ്രായേലിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം? ജയകരമായ വിശുദ്ധിയോടെ ഉള്ളൊരു ജീവിതമായിരുന്നു. ഇത് രണ്ടും ചെയ്യുന്ന ദൈവമക്കൾക്ക് കർത്താവ് പറയാണ് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ശബത്താനുഭവം എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടോ? ഒരു ശബത്താനുഭവം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു സെലിബ്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. എന്താണ് ഈ സെലിബ്രേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം മില്ലിനിയം റെസ്റ്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ച അല്ലെങ്കിൽ കർത്താവിന്റെ കൂടെ ഉള്ള വാഴ്ച. അപ്പോൾ ലേഖകൻ ഇവിടെ ഇത്രയുമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ലേഖകൻ പറഞ്ഞൊരൊറ്റ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ഉണ്ടായിരുന്നു, പക്ഷേ അവർ ആ വാഗ്ദത്ത ജീവിതത്തിൽ എന്ത് അനുഭവിച്ചിട്ടില്ല? സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല. അപ്പോൾ മരുഭൂ പ്രയാണത്തിൽ ജീവിക്കുന്ന നമ്മളോട് എന്താ ലേഖകൻ പറയുന്നത്? നമ്മളോട് പറയുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ദിനംതോറും നാം ഒരു ജയകരമായ ജീവിതം ജീവിച്ചാൽ ഒരു റിവാർഡുണ്ട്. എന്താണ് ആ റിവാർഡ് എന്നറിയാമോ? കർത്താവിനോട് കൂടെ നമുക്ക് നീണാൽ വാഴാമെന്നുള്ളതാ. അതുകൊണ്ടാണ് ലേഖകനോട് പറയുന്നത് അത് ശബത്താനുഭവമാണ്, കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. എവിടെ നിന്നൊക്കെയുള്ള റെസ്റ്റാണ്? കഷ്ടതയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കണ്ണുനീരിൽ നിന്നും ഒക്കെയുള്ള ഒരു റെസ്റ്റാണ്. ആ റെസ്റ്റിനെ താൻ വിളിക്കുന്ന പേരാണ് അതൊരാഘോഷമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ലേഖകൻ നമ്മോടും സൂചിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ: ക്രിസ്തീയ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? ജയകരമായ ജീവിതമാകണം. ജയകരമായ ജീവിതമായെങ്കിൽ അതിൻ്റെ റിവാർഡാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ റിവാർഡാണെന്തെന്ന് പറയുന്നത് ഒന്ന് ചേർന്ന് പറഞ്ഞേ: കർത്താവിനോട് കൂടെയുള്ള വാസം. ആ ശബാറ്റിമോസ് എന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയും. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ കാണുന്ന കാര്യമുണ്ട്. വേഗത്തിൽ ലേഖകൻ തൻ്റെ ചിന്ത അങ്ങ് മാറ്റുക. 12ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ വേഗത്തിലാണ് തൻ്റെ ചിന്ത മാറ്റുന്നത്. അവിടെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ലേഖകൻ പറയും, ദൈവത്തിൻ്റെ വചനമോ ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചെല്ലുന്നതുമായ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. കേട്ടോ, ഈ ശബത്താനുഭവം എന്ന് പറഞ്ഞിട്ട് ആഘോഷത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് ലേഖനം എടുത്തു ചാടുകയാണ്. എന്തിലേക്കാണെന്നറിയാമോ? കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച്. എന്താ ഈ വചനത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, ഇത് ഇരുവാൾ തലയുള്ള, അവിടെ നിൽക്കട്ടെ, ഈ വാളിന്റെ പ്രത്യേകത ഒന്ന്, ഇതെന്താകുന്നു? ഇരുവാൾ തലയുള്ള വാള. എന്താ ഇവിടെ ലേഖകൻ ഉദ്ദേശിക്കുന്നത്? ഇരുവാൾ തലയുള്ള വാളെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പാപബോധം വരുത്തുന്നതാണ്. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ,
ഇത് കുറ്റബോധം വരുത്തുന്ന. അപ്പോൾ ഒരു വാളിന്റെ ഒരു സൈഡിലൂടെ എന്ത് ചെയ്യും? ഇത് മനുഷ്യനെ എന്ത് ചെയ്യും? കുറ്റബോധത്തിലേക്ക് നടത്തും, പാപബോധത്തിലേക്ക് എന്ത് ചെയ്യും? നടത്തും. എന്നാൽ രണ്ടാമത്തെ ഒരു സൈഡ് എന്ന് പറയുന്നത് പാപബോധം വരുത്തുക മാത്രമല്ല, സൗഖ്യവും കൂടെ വരുത്തുന്നതാണ്. അപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവവചനത്തിന്റെ പ്രത്യേക ഇരുവാഴ്ത്തലയുള്ള വാളെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ദൈവജനത്തിന് എന്ത് വരുത്തുന്നതാ? മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ പാപബോധത്തിലേക്ക് വരുത്തുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ പ്രത്യേകത ഇത് മുറിക്കുന്നത് മാത്രമല്ല, മുറിവ് കെട്ടുന്നതും കൂടെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. മുറിക്കുന്നത് മാത്രമല്ല, ഇതെന്തും കൂടെ ചെയ്യുന്ന, മുറിവ് കെട്ടുന്ന ദൈവത്തിന്റെ വചനവും കൂടെ. അപ്പോൾ ദൈവമക്കളെ, നമ്മുടെ മുറിവിനെ കെട്ടാൻ നമുക്ക് വേറെ ഒരു മാർഗവുമില്ല. കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ചെല്ലുക എന്നുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ലേഖകനോട് പറയുകയാണ്, ഈ വചനത്തിന്റെ പ്രത്യേകത എന്തുള്ളതാണ്? ഒന്ന്, ഇരുവാഴ്ത്തലയുള്ള വാളാണ്. രണ്ടാമത്തെ കാര്യം നോക്കണേ, ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, രണ്ടാമത്തെ കൃത്യം, ഇത് ജീവനും ചൈതന്യവും നൽകുന്നതാണ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം. നിങ്ങൾ മറന്നു പോകരുത്. ഒന്ന്, ഇരുവാഴ്ത്തലയുള്ള വാളും. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെന്താകുന്നു? ജീവൻ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ചൈതന്യം നൽകുന്ന. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് സൊവാൻ എന്ന പദമാ. എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുക എന്ന വാക്കിന്റെ അർത്ഥം. അതിനെ ഒന്നുകൂടെ ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, നിർജീവമായ അവസ്ഥയ്ക്കകത്ത് നിന്ന് ജീവൻ നൽകുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം. എന്താ നിർജീവമായെന്ന് പറഞ്ഞാൽ? ജീവനില്ലാതെ, ചലിക്കാതെ, ഒരനക്കവുമില്ലാതെ, ഒരു പ്രതീക്ഷയുമില്ലാത്ത, ഒരു വെളിച്ചവുമില്ലാത്ത ഇരുളിന്റെ അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് നടത്തുന്നതാണ് കർത്താവിന്റെ വചനം. നിങ്ങൾക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? ഈ വചനം ചെന്നാൽ, ഈ വചനം വന്നാൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, നിർജീവമായ അവസ്ഥക്കകത്തുനിന്ന് മാറ്റമുണ്ടായി അവിടെ ദൈവത്തിന്റെ ജീവൻ ചലിക്കാനിടയായി തീരും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ വചനം എന്ന് പറയുന്നത് ദൈവമാണ്. ഇതൊരു പേപ്പറിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്ന യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ആരോടുകൂടിയായിരുന്നു? ദൈവത്തോടുകൂടിയായിരുന്നു. വചനം ആരായിരുന്നു? ദൈവമായിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം ആണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പാ, എത്ര നിർജീവമായതിനെയും ദൈവത്തിന്റെ ആത്മാവ് തൊട്ടാൽ, വചനം തൊട്ടാൽ അവിടെ ദൈവത്തിന്റെ സൗഖ്യം വരുവാനിടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളെ, നിർജീവമായെന്നും വെളിച്ചം കാണുകയില്ല എന്നും പ്രകാശം കാണുകയില്ല എന്നും നമ്മളാ പറയുന്നത്. പക്ഷെ വചനത്തിന്റെ പ്രത്യേകത ഇത് ജീവനുള്ളതാ. ഇത് ചലിക്കാൻ തുടങ്ങിയാൽ, ഇത് ക്രിയ ചെയ്യാൻ തുടങ്ങിയാൽ, മൈലുകൾ എത്രയാണെങ്കിലും, ദിവസങ്ങൾക്ക് എത്ര പഴക്കമുള്ളതാണെങ്കിലും അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറ, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ആ വചനം ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, ഈ വചനത്തിന്റെ പ്രത്യേകത, ഇതെന്ത് നൽകുന്ന? ജീവൻ നൽകുന്ന വചനമാ. ജീവൻ നൽകുന്ന വചനമാ. രണ്ടാമത്തേതിനെ നോക്കി അവിടെ പറയുകയാണ്, ചൈതന്യം നൽകുന്നതാ. ഈ ചൈതന്യം നൽകുന്നതിനോട് കൊടുത്തിരിക്കുന്ന പദം എന്ന് പറഞ്ഞ് എനർജസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആക്കുക, പവർഫുൾ ആക്കുക. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാമോ? ആക്റ്റീവ് അല്ലാതെ, പവർഫുൾ അല്ലാതെ, ബലഹീനമായിരിക്കുന്നിടത്ത് എന്ത് പകരുക? മനസ്സിലായെന്ന് വിശ്വസിക്കുക. ബലഹീനമായെടുത്ത്, ഒരു തരത്തിലും ആക്റ്റീവ് അല്ലാതിരുന്നെടുത്ത്, ഒരു തരത്തിലും അത് പവർഫുൾ അല്ലാതിരുന്നെടുത്ത്, പാസീവായിരിക്കുന്നിടത്ത് വചനം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ചെയ്യുന്നത് പാസീവ് അങ്ങോട്ട് മാറി അത് ആക്റ്റീവ് ആകുക. അപ്പൊ ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം ഇവിടെ ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതം ഒന്ന് ആക്റ്റീവ് ആകാൻ വേറെന്താ വേണ്ടത്?
നമ്മുടെ ജീവിതം ഒന്ന് പവർഫുൾ ആകാൻ എന്താ വേണ്ടത്? അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, മനുഷ്യൻ ജീവിക്കുന്നത് എന്തുകൊണ്ടല്ല അപ്പം കൊണ്ട് മാത്രം, മറിച്ച് എന്തുകൊണ്ടാ? ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് എന്ത് ചെയ്യുക? അപ്പോൾ പറഞ്ഞതിന് അർത്ഥം എന്ന് അറിയാമോ? ഒരു ദൈവ പൈതലിനെ നിർത്തുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് ഇന്ന് രാത്രി നമ്മൾ വിചിന്തനം ചെയ്യുന്ന ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. നിങ്ങളെ ആക്റ്റീവ് അല്ലാത്ത മേഖലയെ കുറിച്ച് നിങ്ങൾ ദൈവത്തോട് പറ, കർത്താവിനോട് പറ, ദൈവം അങ്ങനെയെങ്കിൽ ഈ വചനം ചൈതന്യം നൽകുന്നതാണെങ്കിൽ ഇന്ന് രാത്രി അവിടെ ക്രിയ ചെയ്യണം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ചരിത്രങ്ങളൊക്കെ പഠിച്ചു നോക്കിയാൽ കഷ്ടതയുടെ തീച്ചൂടെ കടന്നുപോയ ദൈവമക്കളെ നിലനിർത്തിയത് മറ്റാരുമല്ല, മറ്റൊന്നുമല്ല, ഒറ്റ കാര്യമാണ്, ഈ ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ആദ്യം മുതലേ ദൈവദാസൻ ഞങ്ങളിവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വചനം ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, അത് നമ്മുടെ ജീവിതത്തിൽ എന്താകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ദൈവസേനയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം അത് തന്നെ. വചനം കേട്ടാ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? അത് നമ്മുടെ ജീവിതത്തിൽ പരിണാമം കാണണം, അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തു തുടങ്ങണം. പ്രീസലോ. ഈ വെളിപ്പാട് അകത്ത് ചെല്ലുമ്പോഴാണ് സാഹചര്യമല്ല നമ്മുടെ പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിശ്വസിക്കുക. ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് സംഭവിക്കുന്നത്. അവിടെ പ്രയാസങ്ങളല്ല നമ്മുടെ വിഷയം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തി. ഈ ഇയ്യോബിനെ നിർത്തിയത് മറ്റൊന്നുമല്ല, ദൈവത്തോടുള്ള സംഭാഷണമാണ്. ദൈവത്തോടുള്ള സംഭാഷണമാണ്. ഹല്ലേലൂയ. സ്നേഹിതന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ വന്നത് കേട്ടോ. പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യം, എല്ലാം നിന്റെ കുഴപ്പം കൊണ്ടാ. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും അവനെ പിടിച്ചു നിർത്തിയ ഒരൊറ്റ കാര്യമാണ്, ദൈവത്തോടുള്ള സംഭാഷണമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മളെ പവർഫുൾ ആക്കുന്നതാണ്. ഇത് നമ്മളെ പവർഫുൾ ആക്കുന്ന നമ്മളെ ആക്റ്റീവ് ആക്കുന്നതാണ്. ഇന്ന് രാത്രി ദൈവജനം എത്ര പേർക്ക് ഈ വചനത്തിൽ സന്തോഷിക്കാൻ കഴിയും? വചനത്തിൽ സന്തോഷിക്കാൻ എത്ര പേർക്ക് കഴിയും? വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ, അതിനകത്ത് നമ്മുടെ ഹൃദയത്തിൽ ഇടാൻ കഴിയുന്നെങ്കിൽ, ഞാൻ ഒരു കാര്യം ദൈവമക്കൾ പറയാം, അതാ നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. സ്തോത്രം. പക്ഷെ അവിടെ നിന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാനും സ്തോത്രം പറയാനൊക്കെ ഇഷ്ടമാണ്. എത്ര പേർ ഈ വചനത്തെ പക്ഷിക്കാറുണ്ട്? എത്ര പേർ ഈ വചനത്തെ പക്ഷിക്കാറുണ്ട്? നമ്മൾ പലപ്പോഴും സങ്കീർത്തനം 1-ാം സങ്കീർത്തനം 21-ാം സങ്കീർത്തനൊക്കെ വായിച്ച് അവസാനിച്ച് എന്ത് ചെയ്യുക? നിർത്തുകയാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭക്ഷിക്കണം. നമ്മുടെ എല്ലാം പുറമെ ഒരു മനുഷ്യൻ ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അതിനെ നിലനിർത്താൻ നമ്മൾ എന്തല്ലോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ടെന്ന്. ആ മനുഷ്യൻ ആക്റ്റീവ് ആകണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇതകത്ത് ചെല്ലണം. ഞാൻ ആക്റ്റീവ് ആകണം, പവർഫുൾ ആണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരുന്നു. നമ്മൾ പലപ്പോഴും അതിനെ മെറ്റീരിയലൈസ് ചെയ്താ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സന്തോഷം വന്നത്. പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാന പ്രൗഢപരമായ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യ ശക്തീകരിക്കുക എന്നുള്ളതാണ്. സ്തോത്രം കേട്ടോ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താ? നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളാണ്. ദൈവം ചെയ്യും, പുറമേയുള്ള കാര്യം ദൈവം ചെയ്യുക തന്നെ ചെയ്യും, അതിന് ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇതിലെല്ലാം ഉപരി അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുക? അതിനെ പവർഫുൾ ആക്കുക, അതിനെ ആക്റ്റീവ് ആക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം, എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ. ഈ വാക്യത്തെ നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എത്ര മണിക്കൂർ നിന്നാലും എന്ത് ചെയ്യത്തില്ല, മതിയാകത്തില്ല. പക്ഷെ 4 കാര്യങ്ങൾ ലേഖനം പറഞ്ഞിട്ടാണ് പറയുന്നത്. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും എന്തൊക്കെയാ 4 കാര്യം എന്നറിയാമോ?
3-ാം അധ്യായത്തിലേക്ക് കടന്നൊരു എഫേസ്യ ലേഖനം എടുക്കണ്ട. 3-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിൽ വരുമ്പം അവിടെ പറയുക, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? അപ്പൊ ഒന്നാമത്തെ ചിന്ത, അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിയോടെ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കാര്യം പറയാണ്, ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. അപ്പൊ ക്രിസ്തു എവിടെ വസിക്കണം? നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. മൂന്നാമത്തെ കാര്യം പറയാ, സ്നേഹത്തിൽ വേരൂന്നി അതിന്റെ നീളം, വീതി, ആഴം, ഉയരം എന്ത് ചെയ്യണം? അറിയണം. നാലാമത്തെ കാര്യം പറയാ, ദൈവത്തിന്റെ എല്ലാ നിറവോളം. ഇതിനകത്ത് എത്ര ഭൗതികമുണ്ട്? ഇതിനകത്ത് എത്ര ഭൗതികമുണ്ട്? ഈ നാലെണ്ണത്തിന് എത്ര ഭൗതികമുണ്ട്? ഒറ്റ ഭൗതികവും ഇല്ല. ഈ 4 കാര്യം പറഞ്ഞിട്ട് പറയുക, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മളിൽ. അപ്പം നമ്മൾ എന്തിനായി പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്? നമ്മൾ എന്തിനായി വചനം ക്രിയ ചെയ്യുന്നത്? നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ എന്ത് ചെയ്യണം? സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രയോറിറ്റി ഇതിനാണ്. പ്രയോറിറ്റി അതിനാ. നമ്മുടെ അകത്തെ മനുഷ്യൻ ആക്റ്റീവ് അല്ല എങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്, ഇന്ന് ഞാൻ പറയാം, കർത്താവിനോട് പ്രാർത്ഥി, കർത്താവേ അതിനെ ഒന്ന് ആക്റ്റീവ് ആക്കണം. സ്തോത്രം. സന്തോഷമുള്ളവർ മാത്രം സ്തോത്രം പറഞ്ഞ്. എനിക്കറിയാം, ഇങ്ങനെ രീതിയിൽ പോകുമ്പോൾ നമുക്ക് സന്തോഷമൊക്കെ കുറയും. നമ്മുടെ ചിന്തകളൊക്കെ പലപ്പോഴും പലതായിരുന്നല്ലോ. ഞാൻ ദൈവജനത്തോട് പറയാം, ദൈവം മെറ്റീരിയലി തരേണ്ടതെല്ലാം ദൈവം തരും. അതിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ചതാണെങ്കിൽ ദൈവം വഴി നടത്തുക തന്നെ ചെയ്യും. നിങ്ങളെല്ലാം ഡൗട്ടുണ്ടോ? ഡൗട്ട് അടിക്കണ്ട. ദൈവം വിളിച്ചെങ്കിൽ ദൈവം എന്ത് ചെയ്തിരിക്കും? നടത്തിയിരിക്കുന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ, കാക്കയ്ക്ക് ദൈവം ആവശ്യത്തിന് കൊടുക്കുന്നുണ്ടെന്നേ, വയലിലെ താമരയ്ക്ക് ദൈവം ആവശ്യത്തിന്. അപ്പൊ കർത്താവെ എന്ന് വിളിക്കുന്നവർക്ക് ദൈവം തരാതിരിക്കുമോ? പക്ഷെ ഇതല്ല പ്രയോറിറ്റി. പ്രയോറിറ്റി എന്ന് പറയുന്നത് നിത്യതയെ കുറിച്ചുള്ളതാ. അവിടെ ലേഖകൻ പറയും, നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ ഈ ഒരു ഭാഗം മാത്രം പറഞ്ഞു കേൾപ്പിച്ച് ഇത് മെറ്റീരിയലൈസ് അല്ലെന്ന് കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഈ വചനത്തിന്റെ വാക്യങ്ങൾ താഴോട്ട് നോക്കി, ഏത് വാളിനേക്കാട്ടിലും മൂർച്ചയേറിയതും, അടുത്ത പദം എങ്ങനെ? പ്രാണനെയും ആത്മാവിനെയും സത്യമഞ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും. ഇവിടെ എല്ലാം എന്താ പറയുന്നത്? എന്തിനെ കുറിച്ചാ പറയുന്നത്? അകത്ത കാര്യത്തെ കുറിച്ചാ പറയുന്നത്. അകത്ത കാര്യത്തെ കുറിച്ചാ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പാസീവാണ് എങ്കിൽ ബലം പ്രാപിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇതിനെ ഭക്ഷിച്ചേ പറ്റൂ. ഭക്ഷിച്ചേ പറ്റൂ. ദൈവമക്കളെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ല എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ആ ഹാബിറ്റ് തുടങ്ങണം. ഇതിനെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ വായിക്കുക അല്ല, ഇതിനെ ധ്യാനിക്കണം. നമ്മുടെ ചിന്ത എന്തെന്നറിയാമോ? രാവിലെ ഒരു അധ്യായം, വൈകിട്ടൊരു രാവിലെ ഒരു അധ്യായം വായിച്ചിട്ട് ദൈവം പിണങ്ങും. രാത്രി ഒരു അധ്യായം വായിച്ചില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? രാവിലെയും വൈകിട്ടും അധ്യായം വായിക്കാനല്ല ദൈവവചനം വായിക്കേണ്ടത്. ദൈവവചനം വായിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിന് എന്ത് ചെയ്യണം? ഇടപെടാനാകണം. അപ്പൊ ഞാൻ കോളേജിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു അധ്യായം വായിച്ചില്ലെങ്കിലും ഒറ്റ വാക്യമേ വായിച്ചുള്ളെങ്കിലും അതിനെ ധ്യാനിക്കണം. അതിനെ ധ്യാനിക്കണം. ആ വാക്യത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുക തന്നെ ചെയ്യും. കാരണം ഇത് അക്ഷരം കൊല്ലുന്നു, ആത്മാവോ. ഹല്ലേലൂയ. ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ടതാ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പ് തരാം, നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിപ്പാൻ വേറെ ഒരു മാർഗവുമില്ല. ദൈവവചനത്തെ നന്നായി ധ്യാനിക്കുക. അതുകൊണ്ട് ലേഖകൻ ഇവിടെ പറയുകയാണ്, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് ഇരുവാൾ തെളിവുള്ള വാണാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെന്താണെന്നറിയാം? ജീവനും ചൈതന്യം നൽകുന്ന. ഇതിന് നോക്കണമേ, ഈ വചനം അടുത്ത കാര്യം പറയുക,
പ്രാണനെയും ആത്മാവിനെയും. ഇത് പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും എന്ത് ചെയ്യും? ഇനി വചനത്തിന്റെ അടുത്ത പ്രത്യേകം പറയാം. എന്തിനേക്ക് വിവേചിക്കുന്നത്? ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും എന്ത് ചെയ്യും? ഈ വാക്കുകൾ രണ്ടർത്ഥമാണ്. ചിന്തകൾ എന്ന് പറയുമ്പോൾ തോട്ട്സാ, എന്നാൽ ഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ്സാ. ഇത് രണ്ടും വ്യത്യാസമുള്ളതാണ്. ഇതിന് രണ്ടിനെ എന്ത് ചെയ്യുക? വിവേചിക്കുന്ന ഒന്നേ ഉണ്ടെങ്കിൽ അത് ഏത് മാത്രമേ ഉള്ളൂ? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. നിങ്ങളത് ശ്രദ്ധിക്കണം. ഈ ബൈബിൾ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കുറച്ച് തോട്ട്സ് എന്ത് ചെയ്യാറുണ്ട്? പോറുണ്ട്. പക്ഷേ ആ തോട്ട്സ് എങ്ങനെ വന്നത്, അതിന്റെ പുറകിലുള്ള ഭാവങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഒരുപക്ഷെ നമുക്ക് ആർക്കും എന്ത് ചെയ്യത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ട്, ആ ചിന്തകളെ ഞാൻ എന്ത് ചെയ്യും? പക്ഷെ ആ ചിന്തകളുടെ പുറകിലുള്ള ഭാവങ്ങളെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാകാനായിട്ട് കഴിയുകയില്ല. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. ആ പ്രയാസം എന്തെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ആ പ്രയാസത്തിന്റെ പുറകിലുള്ള കാര്യം ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെ രണ്ടിനെ വേർതിരിക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ. പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ഭാവങ്ങളെയും നിങ്ങളുടെ ചിന്തകളെയും വേർപിരിക്കുന്നത്, ഇതിനെ രണ്ടായിട്ട് കണ്ട് അതിന് സൗഖ്യം വരുത്തുവാൻ കഴിയുന്നത് ഒറ്റ ഒരെണ്ണത്തിനുള്ള ദൈവത്തിന്റെ വചനമാണ്. നിങ്ങളൊരു പക്ഷെ വളരെ കഷ്ടത്തിലൂടെ പോവുമായിരിക്കും. അപ്പോഴാരെങ്കിലും പറയുന്ന ബൈബിൾ ക്ലാസ്സിന് പോകാൻ പറയും. നമ്മൾ പറയാം ബൈബിൾ ക്ലാസ്സിനൊന്നും പോകണ്ട, ദൈവവാസം വന്ന് എനിക്ക് വേണ്ടി നിന്നാൽ മതി, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഡെലിവറൻസാ. നമുക്ക് വേണ്ടത് ഡെലിവറൻസാ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു മനുഷ്യനെ വിടുവിക്കാൻ കഴിയുന്നത് ഒറ്റ ഒരു കാര്യം മാത്രമേ, ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കതിന് തെളിവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയം എന്താണെന്ന് ദൈവത്തിന്റെ വചനത്തോട് തെളിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനും നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തെ എത്ര നിഗൂഢമായതും ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണാടി പോലെ പുറത്തു വരും. അതിന് കഴിയുന്ന ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലേഖകനോട് പറയുന്ന ചിന്തകളെയും ഭാവങ്ങളെയും എന്ത് ചെയ്യുക? ഒരു മനുഷ്യൻ ദേഷ്യപ്പെട്ടെന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിന്റെ പുറകിൽ എന്താണെന്ന് അറിയാൻ നമുക്ക് പലപ്പോഴും കഴിയത്തില്ല. നമ്മുടെ ഭാവത്തെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനെ, നമ്മുടെ തോട്ട്സിനെ, ഇതിനെ രണ്ടാക്കി കീറി നമ്മുടെ മുന്നിൽ വെക്കാൻ കഴിയുന്ന ഒന്നേ കഴിയത്തുള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? നമ്മെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മെ നന്നായി അറിയുന്ന മറ്റൊന്നുമില്ല, അത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു കാര്യം പറയാം. എനിക്കറിയാം ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നറിയാം, എന്നാലും ഞാനൊരു കാര്യം പറയാം. നമ്മൾ പലപ്പോഴും ദൈവവചനത്തെക്കാട്ടിലും സ്നേഹിക്കുന്നത് പ്രവചനത്തെയാണ്. ദൈവവചനത്തെക്കാട്ടിലും കൂടുതൽ സ്നേഹിക്കുന്നത് പലപ്പോഴും പ്രവാചകന്റെ മുമ്പിൽ നമ്മൾ കുമ്പിട്ട് നിൽക്കുന്ന കണ്ടാൽ സങ്കടം തോന്നാറുണ്ട്. പ്രവചനത്തിന്റെ എതിരല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൈവവചനം, പ്രവചന ശുശ്രൂഷ ഇന്നും ഉണ്ട്. ഇന്നും ഉണ്ടെന്ന് 100 അല്ല 101% ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഏറ്റവും വലിയ പ്രവചനം, ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇതിനപ്പുറത്തോട്ടൊരു പ്രവചനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഞാൻ അവിടെ നിന്ന് ഒറ്റ കാര്യം ചെയ്തിട്ട് ആ ഭാഗം വിട്ടോട്ടെ. എന്താ നമുക്ക് കേൾക്കേണ്ടത്? നമുക്ക് കേൾക്കേണ്ട പ്രവചനം എന്താ? എന്നിത് മാറും, എന്നത് മാറും. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയും. ഒന്നല്ലെങ്കിൽ മറ്റൊരു കഷ്ടത എപ്പോഴും കണ്ടിരിക്കും. ഇത് നമ്മുടെ ജീവിത അവസാനം വരെ എന്ത് ചെയ്തിരിക്കും? ഈ കഷ്ടത മാറിയില്ലെങ്കിലും ദൈവം ഒരു കൃപ തരും, കഷ്ടതയുടെ നടുവിൽ നിൽക്കാനുള്ള കൃപ തരും. ഇനി നമ്മുടെ ഭാവി എന്തെന്ന് നിങ്ങല്ലേ കേൾക്കേണ്ടത്, അതല്ലേ കേൾക്കേണ്ടത്. നമ്മുടെ ഭാവി എന്തെന്നറിയാമോ? നിത്യതയാന്നേ. അതിനെക്കുറിച്ച് ഇതിനകത്ത് പറഞ്ഞതിന് അത്ര ഓരോരുത്തരും പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് രണ്ട് ദൈവമക്കളെ, ഏറ്റവും വലിയ പ്രവചനം ആശ്രയിക്കാൻ കഴിയുന്ന ഒരൊറ്റ ശബ്ദമുണ്ടെങ്കിൽ കർത്താവിന്റെ വചനമോ. അതിനപ്പുറത്തേക്ക് ഒരു പ്രവചനമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി എന്റെ ദൈവമക്കളെ, ദൈവസ്ഥലിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ വചനത്തെ ധ്യാനിപ്പാനുള്ള കൃപ എനിക്ക് തരണം. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് എന്റെ ദൈവമക്കളെ, വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ഇതെന്താണെന്നറിയാമോ? ഇരുവാഴ്ത്തലയുള്ള വാള. 2, ഇത് ജീവനും ചൈതന്യം നൽകുന്ന. 3-ാമത്തെ കാര്യം പറയുകയാണ്, ഇത് നമ്മുടെ ചിന്തകളെയും ഭാവങ്ങളെയും എന്ത് ചെയ്യുന്നതാ? വിവേചിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട്, ഈ വചനത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ലേഖകൻ അടുത്തൊരു കാര്യം പറയുകയാണ്. അവന് മറഞ്ഞിരിക്കുന്ന, ഉണ്ടോ ആ പദം കണ്ടോ? അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലം അവന്റെ കണ്ണിൽ നഗ്നതും മലതുമായി എന്ത് ചെയ്യുന്നു? അടുത്ത പദം നിങ്ങളുടെ ബൈബിളിനകത്ത് മാത്രം അണ്ടർലൈൻ ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അണ്ടർലൈൻ ചെയ്യണം. അടുത്ത പദം പറയാം, അവനുമായിട്ടല്ലോ. അപ്പൊ നമുക്ക് ആരുമായിട്ടാ കാര്യമുള്ളത്? നമുക്ക് കാര്യമുള്ളത് ദൈവത്തോടാണ്. ഞാൻ ഒന്നും കൂടെ ദൈവജനത്തോട് പറയാം, വചനത്തിന് വിരുദ്ധമായി ദൈവജനം ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കരുത്. നമുക്ക് കാര്യമുള്ളത് ആരോടുമല്ല, നമ്മുടെ സുഹൃത്തുക്കളോടല്ല, നമ്മുടെ ഭാര്യയോടല്ല, ഭർത്താവിനോടല്ല. നമുക്ക് കാര്യമുള്ളത് ദൈവത്തോടാ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ കാര്യം തീർത്തേ പറ്റൂ. നമ്മൾ നിന്നേ പറ്റൂ. അന്ന് നമ്മുടെ മുട്ട് വിറയ്ക്കാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ദൈവവചനത്തിന് കീഴ്പ്പെട്ടേ പറ്റൂ. സ്തോത്രം, 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 സ്തോത്രം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം ദൈവവചനത്തിൽ പറയാം. ദൈവവചനത്തിന് ദൈവമക്കൾ ഇന്ന് രാത്രി കീഴ്പ്പെടാൻ തുടങ്ങണം. നിങ്ങൾ കീഴ്പ്പെടുന്നവരാണ്. പക്ഷെ ഇന്ന് രാത്രി ഒന്നും കൂടെ തീരുമാനം എടുത്തിട്ട് പറയണം, കർത്താവേ, മറ്റൊന്നുമല്ല എനിക്ക് വേണ്ടത്, അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞാൻ കീഴ്പ്പെടാൻ തയ്യാറാകുന്നു. കാര്യമുള്ളത് എനിക്ക് അങ്ങയോടാകുന്നു. സ്തോത്രം. ഞാൻ അവിടെ നിന്നൊരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ പ്രസാദിപ്പിക്കേണ്ട ലോകത്തിലുള്ള മനുഷ്യനെ അല്ല. നിങ്ങൾ പ്രസാദിപ്പിക്കേണ്ടത് ലോകത്തിലുള്ള മനുഷ്യനെ അല്ല. നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെ അല്ല. നിങ്ങൾ പ്രസാദിപ്പിക്കേണ്ട ഒറ്റ കാര്യത്തിലാണ്, കർത്താവിനെയാ. ദൈവത്തെ പ്രസാദിപ്പിച്ചെങ്കിൽ മാത്രമേ, ഞാൻ ദൈവമക്കളോട് പറയും, ആ ആഘോഷത്തിൽ നമുക്ക് എത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ലേഖനോട് പറയും, നമുക്ക് കാര്യമുള്ളത് ആരോടാ? സ്തോത്രം. ഇന്ന് രാത്രി ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് എന്നേക്കും നിലനിൽക്കണം. എന്നേക്കുമായി നിലനിൽക്കണം. കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളിവിടെ പറയുന്നത്, നമ്മളിവിടെ ഗൂഢമായി ആലോചിക്കുന്നത് ഒക്കെ ഒരിക്കൽ സ്ക്രീനിൽ തെളിയുന്നത് പോലെ തെളിയും. 100% തെളിയും. അന്ന് നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഇന്ന് ഇതിനകത്ത് നിന്നേ പറ്റൂ. ഇതിനകത്ത് നിൽക്കണം. ദൈവവചനത്തിൽ നിൽക്കണം. ഞാനിത് വീണ്ടും ഊന്നി പറയുന്നതിന്റെ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ, ഇതിനകത്ത് പുതിയതായി ആരും വന്നില്ലെങ്കിൽ പോലും നമ്മളെല്ലാവരും ആ നിത്യതയെ കാണണം. കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാനുള്ള കൃപ ഉണ്ടാകണം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയും ദൈവമക്കൾ ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങയുടെ വചനത്തോട് എനിക്ക് കൂറ് പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അങ്ങയുടെ വചനത്തോട് എനിക്ക് അടുത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇന്ന് രാത്രി ഈ ബൈബിൾ ക്ലാസ് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ അതിനായി സമർപ്പിക്കുന്നു എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയും ദൈവമക്കൾ. ഒരു സെക്കൻഡ് കണ്ണടച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാമോ? കർത്താവേ, വചനത്തിന് നൽകേണ്ട പ്രാധാന്യം നൽകുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ. ലേഖകൻ ആഘോഷത്തെ പറഞ്ഞിട്ട് എടുത്തു ചാടി ദൈവവചനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്നാ. പക്ഷേ അത് കണക്റ്റഡ് ആകാൻ കാരണം എന്നറിയാമോ? എല്ലാം ദൈവസന്നിധിയിൽ എന്ത് ചെയ്തിരിക്കുക? മലർന്ന് നഗ്നവുമായിട്ട് എന്ത് ചെയ്തിരിക്കുക? ഒരു കാര്യം പോലും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഹൈഡ് ചെയ്യാൻ. ഞാൻ ദൈവമക്കൾ അവിടെ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്തുമാത്രം
ദൈവത്തിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾ സത്യത്തിൽ നിന്ന് അകന്നുകൊണ്ട്. ഞാൻ പറഞ്ഞ സെന്റൻസ് നിങ്ങൾ കേട്ടോ? നിങ്ങൾ എന്തുമാത്രം ദൈവസന്നെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രത്തോളം നിങ്ങൾ എവിടെ നിന്ന് അടുക്കും, അകലും. ദൈവസന്നെ സത്യത്തിൽ നിന്ന് അത് അകലുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഹൃദയ കാഠിന്യം മാറും. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിൽക്കുക. ആ സത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനമാണ്. ഞാനിവിടെ പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ദൈവാത്മ ഓർപ്പിക്കുന്നുണ്ടെന്ന് പറയാം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളൊരു, ഞാനിവിടെ പറഞ്ഞതാ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളൊരു മനുഷ്യൻ. അവനെ രാജാവ് വിളിച്ചത് പ്രശ്നക്കാരൻ എന്നാ. ഒറ്റ കാര്യം കൊണ്ടാ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ പ്രമാണത്തിന് വേണ്ടി നിന്നതുകൊണ്ടാ. ഒരു രാജ്യം മൊത്തം തനിക്കെതിരെ നിന്നപ്പം ആ രാജ്യത്ത് ഒരുത്തൻ പ്രമാണത്തിന് വേണ്ടി നിന്നു. ഒറ്റയൊരുത്തൻ. നിങ്ങൾ മനസ്സിലാക്കണം, രാജാവും എതിർപക്ഷത്താ. ജീവൻ വരെ പോകാം ഏത് സമയം. പക്ഷെ പ്രാണൻ പോയാലും പ്രമാണത്തെ വിടത്തില്ലെന്ന് പറഞ്ഞു നിന്നൊരു പ്രവാചകൻ. പ്രാണൻ പോയാലും പ്രമാണത്തെ വിടത്തില്ലെന്ന് പറഞ്ഞൊരു പ്രവാചകൻ. അവനെ പ്രശ്നക്കാരനെന്ന് ദേശം വിധി എഴുതിയപ്പോൾ യാക്കോബിനെ കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ലേഖനത്തെ ചലിപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, യാക്കോബേ, അവൻ പ്രശ്നക്കാരനല്ല, അവൻ യഥാർത്ഥത്തിൽ നീതിമാനാണ്. ഇന്ന് രാത്രി ഞാനൊരു ശാന്തമായ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചോളട്ടെ. നീതിക്ക് വേണ്ടി നിൽക്കണോ, പ്രമാണത്തിന് വേണ്ടി നിൽക്കണോ? ഇന്ന് രാത്രി ചോദിക്കാൻ കഴിയുമോ ദൈവത്തോട്? കർത്താവേ, പ്രാണൻ പോയാലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ പോലും ദൈവഹിതവുമല്ലാത്ത ദൈവവചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടുനിൽക്കയില്ല. കഴിഞ്ഞ നാളുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ ഞാൻ മറുതലിക്കാതെ കർത്താവിനോട് പറയാമോ, പ്രാണൻ പോയാലും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഇതിനെ വിട്ടിട്ട് ഞാൻ പോകയില്ല എന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയും? നിങ്ങൾ ആരും കരങ്ങളെ ഒന്നും ഉയർത്തണ്ട, പക്ഷെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ഒറ്റയ്ക്കാണെങ്കിലും പ്രാണൻ പോയെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങേ മതി എന്ന് ഇന്ന് രാത്രി പറയാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിക്കുന്ന എന്താണെന്നറിയോ? നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാണൻ കൊടുത്ത് നമ്മൾ ദൈവത്തിന് നിന്നില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം, മൂന്നാമത്തെ മുന്നറിയിപ്പ് നമുക്കുണ്ടാകും. ആഘോഷം നമുക്ക് നഷ്ടമാകും. ഇന്ന് രാത്രി എൻ്റെ പൊന്നു ദൈവമക്കളെ, അതൊരിക്കലും നമുക്ക് നഷ്ടമാകരുത്. ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് ഒരു എളിയ ദൈവദാസൻ എന്ന നിലയിൽ പറയും, ആത്മീയ ലോകത്തിൽ പലപ്പോഴും ആത്മീയമല്ലാത്ത അവസ്ഥയിലാകുമ്പോൾ ഇന്ന് രാത്രി ഈ സഭയൊന്ന് വേറിട്ട് നിൽക്കാൻ നിങ്ങളൊന്ന് തയ്യാറാകുമോ? ഈ സഭയൊന്ന് വേറിട്ട് നിൽക്കാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്റെ ഹൃദയം തുറന്നൊരു ചോദ്യമാ. ഈ സഭയൊന്ന് വേറിട്ട് നിൽക്കാൻ തയ്യാറാകുമോ? ഈ ദൈവജനം ഒന്ന് വേറിട്ട് നിൽക്കാൻ തയ്യാറാകുമോ? നിങ്ങൾ അടുത്തിരിക്കുന്നവർ, നിങ്ങൾ അടുത്തുള്ളവർ, നിങ്ങളുടെ അയൽക്കൊക്കെ, നിങ്ങളുടെ അയൽസഭകൾ, നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഒന്നും നോക്കേണ്ട, പക്ഷെ ഇന്ന് രാത്രി എന്നിലേക്ക് നോക്കാൻ എത്ര പേർക്ക് തയ്യാറാകും? സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവിനോടൊന്ന് പറയണം, ദൈവമേ, ഈ ജൂബിലി ഇയർ ഞങ്ങളുടെ മടങ്ങിവരായി മാറണം. ഒന്ന് വേറിട്ട് നിൽക്കാൻ എനിക്കറിയത്തില്ല, ആ പദം എന്നെ വീണ്ടും ഓർപ്പിക്കുക. വേറിട്ട് നിൽക്കാൻ ഞങ്ങളെ ഒന്ന് ശക്തീകരിക്കണമേ എന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ദൈവജനത്തിന് കഴിയുമോ? ഞാൻ അടുത്ത മുന്നറിയിപ്പിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു നിമിഷം പരിശുദ്ധാത്മാവ് ഹേമിക്കുന്നുകൊണ്ട് ദൈവജനത്തോട് പറയട്ടെ, ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇതിനകത്ത് ദൈവസ്ഥലം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവെ, വേറിട്ട് ഒരു വ്യത്യസ്തനായി എന്നെ ഒന്ന് മാറ്റണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഈ മക്കളുണ്ട് എങ്കിൽ ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. പ്ലീസ്, ആരും ദൈവസന്നിധിയിൽ മൗനമായിരിക്കരുത്. ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആത്മാവിൽ
എനിക്ക് വാസ്തവമായി അനുഭവിക്കുന്ന ഒരു കാര്യം, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് വ്യക്തമായി സംസാരിക്കുക. എല്ലാവരും വേണമെന്നൊന്നുമില്ല ദൈവത്തിന് ഒരാളാണെങ്കിലും മതി. ഇന്ന് രാത്രി ഒരാളാണെങ്കിലും മതി. പക്ഷെ ഇന്ന് രാത്രി കർത്താവിനോട് പറ, ദൈവമേ, വേറിട്ട് നിൽക്കാൻ, വ്യത്യസ്തനായി നിൽക്കാൻ ഞങ്ങൾ റെഡിയാ കർത്താവേ. വചനത്തിനും പ്രമാണത്തിനും വേണ്ടി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാ കർത്താവേ. അതിനായി ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു കൃപ പകരണമേ എന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചേ. ശബലഘടകധനരഗതി റമനഘടകം ദലാധനക ശബ്ദൽ പ്രൗഢിമാനഘടകം വിനി റിഘമനഘടകം ധനാധന റിഗൽ ഘടകതിയാണ് ശധാരകലഘടക ശബ്ദലാധന. ശാന്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി സ്വാതന്ത്ര്യത്തോടെ ദൈവസനെ വിട്ടുകൊടുക്കുക. ഇന്ന് രാത്രി ശാന്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ ശാന്തമായി ദൈവത്തോട് വിട്ടുകൊടുക്കുക. കർത്താവിനോട് പറ, ദൈവമേ, ഞങ്ങൾ റെഡിയാ കർത്താവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമാനതരകൾ ഘടകം ധന റിബൽ പ്രൗഢിമാനക റോധിയോലകമന്തിയാനക ശാന്തൽ പ്രൗഢിമാനകന്ധന അംദൽ ഘടഗിരിയാനക ശധോരിയാനക ശോധോ റൊമോനിയാനകം ദിനംദിയാനകം വൈഖമോനികൾ റബനദൽ ഘടാദിനിയ റിയോലൊധോനിയാനക ഭൂരമന്തിയാനക ശധോലിയാന വൈഖബോലിയാനക ശബ്ദനാദനരികൾ ഘടക. ഹല്ലേലൂയ. ഒന്നാമത്തത്, ഇത്ര വലിയ രക്ഷയെ നാം എന്ത് ചെയ്യരുത്? രണ്ടാമത്തത്, ഹൃദയം. മൂന്നാമത്തത്, സ്വസ്ഥത നഷ്ടപ്പെടുത്തരുത്. നാലാമത്തെ മുന്നറിയിപ്പിലേക്ക് നമ്മൾ കിടക്കുക. നാലാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നമുക്ക് 5-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്ന 11 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്ക് പ്രധാനമായിട്ടും നാലാമത്തെ മുന്നറിയിപ്പ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്ന ഒരു ടൈറ്റിൽ കൊടുത്ത് നമുക്ക് ഇങ്ങനെ പറയാം: വളർച്ച മുരടിക്കരുത്. ഇതിനെ മറ്റൊരു പദത്തിൽ പറഞ്ഞാൽ ഡൾനസ്, മാന്യത. ഡൾനസ്, ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഡൾനസ്. 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് കർത്താവായ യേശു ക്രിസ്തു യോശുവയെ കാട്ടിലും വലിയവൻ എന്നുള്ളതാണ്. എന്നാൽ 5-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു അഹരോനെ കാട്ടിലും വലിയവൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തയിൽ ഈ പോയിന്റുകളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുക. 1-2 അധ്യായങ്ങൾ നമ്മൾ കണ്ടത് യേശു ക്രിസ്തു ദൂതന്മാരെ കാട്ടിലും പ്രവാചകന്മാരെ കാട്ടിലൊക്കെ വലിയത്. 2-ാം അധ്യായത്തിലേക്ക് അവിടെ നമ്മൾ അത് തന്നെ കാണുന്നത്. 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടപ്പോൾ മോശയെ കാട്ടിലും വലിയവൻ. 4-ാം അധ്യായത്തിൽ യോശുവയെ കാട്ടിലും വലിയവൻ. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുന്നത് അഹരോനെ കാട്ടിലും വലിയവനാണ്. 11-ാമത്തെ വാക്യം മുതലാണ് അടുത്ത മുന്നറിയിപ്പ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മുന്നറിയിപ്പ്: വളർച്ച മുരടിക്കരുത്. മറ്റൊരു ഭാഗത്തിൽ പറഞ്ഞാൽ ഡൾനസ് ആണ്, മാന്യതയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 10-11 വാക്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണുവാൻ കഴിയുന്നത് ഒരു മഹാപുരോഹിതന്റെ ക്വാളിഫിക്കേഷൻ ഓഫ് ദ ഹൈ പ്രീസ്റ്റ്. അതാണ് നമുക്ക് അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രധാനമായും 10-11 അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ കാണുക. ക്വാളിഫിക്കേഷൻ ഓഫ് ദ ഹൈ പ്രീസ്റ്റ്. എന്തൊക്കെയാണ് ഈ ഹൈ പ്രീസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് വേഗത്തിൽ പറഞ്ഞതിന് ശേഷം, എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. വേഗത്തിൽ പറഞ്ഞതിന് ശേഷം അതിലേക്കൊന്ന് കടക്കാൻ താല്പര്യപ്പെടുക. 1-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, 1, മഹാപുരോഹിതൻ ഒരു മനുഷ്യരായിരിക്കണം. ഒരു മനുഷ്യൻ, മഹാപുരോഹിതൻ ആരായിരിക്കണം? മനുഷ്യനായിരിക്കണം. അതാണ് 1-ാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതൊരിക്കലും ദൂതന്മാർക്ക് എന്ത് ചെയ്യത്തില്ല. ഒരു മഹാപുരോഹിതനാകുവാൻ ദൂതന്മാർക്ക് എന്ത് ചെയ്യത്തില്ല, കഴിയുകയില്ല. എന്നാൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാം. യേശു ആരായിരുന്നു? യേശു മനുഷ്യനായിരുന്നു, അല്ലേ? യേശു മനുഷ്യനായിരുന്നു. ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. എന്നാൽ യേശു ആരായിരുന്നു? മനുഷ്യനായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം
നമ്മൾ വായിക്കുന്നത് ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. ചേർന്ന് പറഞ്ഞേ, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം എന്തായിരുന്നു? ദൈവമായി. ഇതിങ്ങോട്ട് പറഞ്ഞിങ്ങോട്ട് വന്നിട്ട് യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്. ആ വചനം എന്തായി മാറി? ജഡമായി മാറി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എന്ന് പറയുന്നത് തന്നെ ഒരു ഫോയറാ, ഒരു വാതിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടക്കാനുള്ള ഒരു വാതിൽ. അവിടെ പറയാം ആദിയിൽ എന്തുണ്ടായിരുന്നു? നിങ്ങൾ ദൈവവചനം പഠിച്ചാൽ 3 ഭാഗത്താണ് ഈ ആദിയിൽ നിന്നൊരു പദം നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത്. ഒന്നാമത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. രണ്ടാമത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ. അവിടെ നമ്മൾ കാണുന്നത് ആദിയിൽ എന്ന് പറയുന്ന ബിഗിനിങ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ പ്രവർത്തികളുടെ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ആദിയെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു കാര്യം കാണാം, ജനസിസ് ചാപ്റ്റർ 1:1. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്, പറഞ്ഞേ, ഹെവൻസ് ആൻഡ് ദി എർത്ത്. ആദിയിൽ ദൈവം എന്ത് ചെയ്തു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം 1 ഉൽപ്പത്തി പുസ്തകം 1:1 2 മർക്കോസിന്റെ 1:1. എന്നാൽ യോഹന്നാൻ പറയുന്ന ആദി എന്ന് പറയുന്നത് ഉൽപ്പത്തിക്കും പുറകിലുള്ള ആദിയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഉൽപ്പത്തിക്കും പുറകിലുള്ള ആദിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ സൃഷ്ടികൾക്കും മുൻപേ ആരുണ്ടായിരുന്നു? കർത്താവായ യേശു ഉണ്ടായിരുന്നു. ഇതാണ് താൻ ഇങ്ങനെ വളരെ വ്യക്തമായി പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനെ കൂടാതെ എന്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ അവിടെ നിങ്ങൾ നോക്കി, ഒരു പോസിറ്റീവും നെഗറ്റീവും പദമാണ്. 2, ഒന്ന് നോട്ട് എന്ന് പറഞ്ഞ, മറ്റൊന്ന് യെസ് എന്ന്. 2 പോസിറ്റീവും നെഗറ്റീവും പദങ്ങളാണ്. ഈ 2 പദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പറയാ അവനെ കൂടാതെ. അപ്പോൾ സകല സൃഷ്ടിക്കും പുറകിൽ ആരാ? കർത്താവായ. ഇത് പറഞ്ഞിട്ട് പറയുകയാണ് ആ വചനം എന്തായി മാറി? ജഡമായി മാറി. നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്ന് പറയുന്നത് ദൈവമായിരുന്നവൻ ആരായി മാറി? മനുഷ്യനായി മാറി. അപ്പോൾ ഒരു മഹാപുരോഹിതന്റെ 1-ാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവൻ ആരായിരിക്കണം? മനുഷ്യൻ ആയിരിക്കണം എന്നുള്ളതാണ്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യനോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനായിരിക്കണം. ആരെന്ന് പറയുന്നത്? മഹാപുരോഹിതൻ. ഹി ഷുഡ് ഏബിൾ ടു സിമ്പതൈസ് വിത്ത് ഹ്യൂമൻ. മനുഷ്യനോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനായിരിക്കണം ഈ മഹാപുരോഹിതൻ. ഞാൻ വേഗത്തിൽ പറഞ്ഞ് വിവരിക്കുന്നില്ല. 3-ാമത്തേത് എന്ന് പറയുന്നത് ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. ആരെന്ന് പറയുന്നത്? ഞാൻ അതിനെ ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ he should be appointed by God. ദൈവത്താൽ എന്ത് ചെയ്തിരിക്കണം? കാണുന്ന എല്ലാവർക്കും ആരാകാൻ കഴിയില്ല, പുരോഹിതനാകാൻ കഴിയുകയില്ല. സംഖ്യാപുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരും, പല കാര്യം നമുക്കിവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് കാണുന്ന അറിയാവുന്നൊരു കാര്യമുണ്ട്. ഉസ്സിയ എന്ന് പറയുന്ന രാജാവ്, പുള്ളിക്ക് എന്തായിരുന്നു ആഗ്രഹം എന്നറിയാമോ? ഒറ്റ ആഗ്രഹം ഉള്ളായിരുന്നു, ധൂപം എന്ത് ചെയ്യണം? കാട്ടണം, പക്ഷേ കത്തിക്കണം എന്നുള്ളതാ. പക്ഷെ നമ്മളിവിടെ കാണുവാൻ കഴിയുന്നത് അവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ എന്ത് ചെയ്തു? പണിഷ്മെന്റ് എന്ത് ചെയ്തു? അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പണിയല്ല എന്തെന്ന് പറയുന്നത്. ഞാൻ അവിടെ നിന്നിട്ട് ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ആ ഭാഗം വേട്ടെ. നമ്മളെ ഓരോരുത്തരും ദൈവം ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ ചെയ്യാൻ നമ്മൾ വിശ്വസ്തരായി മാറുക. അതിനപ്പുറത്തോട്ട് ചെയ്യാൻ നമ്മൾ പോകരുത്. ദൈവത്തിൻ്റെ അടി നമ്മൾ മേടിച്ച് കേട്ടും. സന്ദർഭവശാൽ ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എല്ലായിടത്തും വേണ്ടാത്തിനകത്ത് എല്ലാത്തിനകത്തും കയറി നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ ശ്രമിക്കരുത്. പെട്ടകം ചുമക്കേണ്ട പുരോഹിതൻ പെട്ടകം ചുമന്നോളും. ബാക്കി ചെയ്യേണ്ടവർ ബാക്കി ചെയ്താൽ ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിച്ച് എന്ത് ചെയ്യുക? സ്തോത്രം. സന്തോഷമുള്ളവർ മാത്രം സ്തോത്രം പറഞ്ഞേ. ദൈവം ഓരോന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താന്ന് മനസ്സിലാക്കി അത് കൃത്യതയോടെ ചെയ്യുക. നമ്മളെ ഏൽപ്പിക്കാത്ത കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് ദൈവത്താൽ എന്ത് ചെയ്യണം? അപ്പോയിന്റ് ചെയ്തവരായിരിക്കണം. ആരെന്ന് പറയുന്നത്? ഒരു അപ്പൊ 3 പ്രധാന ക്വാളിഫിക്കേഷൻ അവിടെ നമ്മൾ കാണുന്നത്. 1, മഹാപുരോഹിതൻ മനുഷ്യനായിരിക്കണം. 2, മനുഷ്യനോട് എന്ത് ചെയ്യണം? സഹതാപം കാണിക്കാൻ കഴിയുന്നവനായിരിക്കണം. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്താൽ എന്ത് ചെയ്യണം? വിളിക്കപ്പെട്ടവനായിരിക്കണം. അപ്പൊ ഈ 3 ക്വാളിഫിക്കേഷൻ എങ്ങനെ യേശുവിൽ ഫുൾഫിൽ ആയത്? അതാണ് അടുത്തുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത്. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുവിനെ മഹാപുരോഹിതനാക്കിയത് ആരാ? ദൈവമാ. അതുകൊണ്ട് നമ്മൾ കാണുന്നത് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ കഴിയുന്ന ഒരു കാര്യം,
യേശുവിനെ മഹാപുരോഹിതനായി അപ്പോയിന്റ് ചെയ്തത് ആരാ? അപ്പൊ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്തു അവിടെ. പക്ഷെ ലേഖകൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അഹരോന്റെ ക്രമപ്രകാരമല്ല, മറിച്ച് എന്താ? മൽക്കിസദേക്കിന്റെ. എന്താ ഇതിന്റെ പ്രത്യേകത? അഹരോന്റെ ക്രമപ്രകാരത്തിന് ഒരു കാലയളവുണ്ട്. ആ പീരീഡ് കഴിയുമ്പോൾ റിട്ടയർമെന്റ് ആയി വീട്ടിൽ പോയി ഇരുന്നോണം. എന്നാൽ മൽക്കിസദേക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിത്യമായതാ. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്കുള്ള മഹാപുരോഹിതൻ സമയത്തിനകത്ത് ഒതുങ്ങുന്ന മഹാപുരോഹിതൻ അല്ല. അതുകൊണ്ട് എന്റെ പൊന്നു ദൈവമക്കളെ, ഏക മഹാപുരോഹിതൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവാ. അവന്റെ പ്രത്യേകത സമയത്തിന് അവനെ ഒതുക്കാൻ കഴിയുന്നതല്ല, നിത്യമായി വാഴുന്നതാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ. അതാരാ? വേറൊരു മധ്യസ്ഥ പണിയും ഇല്ല. എബ്രായ ലേഖനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ വേറൊരൊറ്റ മധ്യസ്ഥനും ഇല്ല. ആകെയുള്ളൊരു മധ്യസ്ഥൻ കർത്താവായ സ്തോത്രം. ഈ അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലല്ലോ. സ്തോത്രം. ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു. കാരണം അവൻ അഹരോന്റെ ക്രമപ്രകാരമല്ല, മറിച്ച് ആരുടെ ക്രമപ്രകാരമാ? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുവിനെ മഹാപുരോഹിതൻ അപ്പോയിന്റ് ചെയ്ത ആരാണ്? കർത്താവായ ദൈവമാണ് നമുക്ക് കാണാൻ. രണ്ടാമത്തെ കാര്യം നമുക്ക് 7-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്, അവൻ നമ്മോട് സഹതാപം കാണിക്കുവാൻ. ആര്? മഹാപുരോഹിതന്റെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്താ? ജനത്തോട് എന്ത് ചെയ്യണം? എന്നാൽ ഇവിടെ ലേഖകൻ വളരെ വ്യക്തമായി പറയുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതന്റെ പ്രത്യേകത നമ്മോട് എന്ത് കാണിക്കാൻ കഴിയുന്നവനാ? സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനാ. എന്റെ പൊന്നു ദൈവമക്കളെ, അങ്ങനെ സഹതാപം കാണിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രി സന്തോഷത്തോടെ ഇരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? നമ്മൾ ഇന്ന് രാത്രി സന്തോഷത്തോടെ ഇരിക്കുന്നത് അങ്ങനെ നമ്മളോട് സഹതാപം കാണിച്ചത് കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോൾ ഓർപ്പിച്ച് ഇങ്ങനൊരു കാര്യമുണ്ട്. സഹോദരൻ എന്ന് വിളിക്കാൻ അവൻ എന്ത് ചെയ്യുന്നില്ല? അയ്യോ, നമ്മുടെ സ്റ്റാറ്റസ് നോക്കിയ നമ്മോട് സഹതാപം കാണിക്കാൻ ഒരു യോഗ്യതയുമില്ല, നമുക്ക് യാതൊരു ഗുണവുമില്ല. പക്ഷെ കരുണയുടെ കരം നമുക്ക് വേണ്ടി ദൈവം നൽകിയത് കൊണ്ടാ ഇന്ന് രാത്രി സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നത്. ആ സന്തോഷമുള്ള ദൈവജനം ശബ്ദമുയർത്തി ആത്മാവിലും സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത, യേശു നമ്മളോട് എന്ത് ചെയ്യാൻ കഴിഞ്ഞ? സഹതാപം. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഹി ബിക്കെയിം പെർഫെക്റ്റ് സാക്രിഫൈസ്. അവൻ പൂർണ്ണ എന്തായി മാറി? യാഗമായി. അതാണ് നമുക്ക് 8-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. അവൻ പൂർണ്ണ യാഗമായി. ആ വാക്യം നോക്കി, 8-ാം വാക്യം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും. ആർക്കാ? അനുസരിക്കുന്ന. സ്തോത്രം. പരിശുദ്ധാത്മാവിന് തെറ്റൊന്നും പറ്റത്തില്ല. അവിടെ വളരെ വ്യക്തമായി പറയുക, അനുസരിക്കുന്ന. പഴയ നിയമത്തിലൊരു വാക്യമുണ്ടല്ലോ, അനുസരണം യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും. അപ്പൊ ഏതാ നല്ലത്? സ്തോത്രം. യാഗത്തെക്കാൾ ശ്രേഷ്ഠം എന്താ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എന്താ? ദൈവത്തെ അനുസരിക്കണം. അങ്ങനെ അനുസരിക്കുന്നവർക്ക് ഒരു കാര്യമുണ്ട്. അവർക്ക് എന്താ കിട്ടുന്ന അറിയാമോ? അവൻ നിത്യരക്ഷ എന്ത് ചെയ്യും? അപ്പൊ ആർക്കാ നിത്യരക്ഷ കിട്ടുന്നത്? സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഞാനിതാ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത്, ഇമോഷനകത്തല്ല ദൈവം പ്രസാദിക്കുന്നത്. ഞാൻ അതൊന്നും കൂടെ സ്ട്രെസ് ചെയ്ത് അങ്ങ് പറയുക. ഇമോഷനകത്തല്ല ദൈവം പ്രസാദിക്കുന്നത്. വ്യവസ്ഥ ആര് പാലിക്കുന്നു അവരുടെ മേലെ ദൈവത്തിന്റെ കരം വയ്ക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ഒരുപക്ഷെ ഓർക്കും, ഇതൊക്കെ കേൾക്കാനാണ് ഞങ്ങളിവിടെ. ദൈവമക്കളെ, ഇത് തന്നെ കേൾക്കാനാണ് നമ്മളിവിടെ വന്നത്. ഇത് തന്നെ കേൾക്കാനാ. കാരണം നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് എവിടെ എത്തണം എന്നുള്ളതാ.
സ്തോത്രം. നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് എന്താ? ആ നിത്യരക്ഷയാന്നേ. ഞാൻ അവിടെ ഒരു കാര്യങ്ങൾ അങ്ങ് ഉറപ്പിച്ച് പറയാം. ഈ രക്ഷയെക്കാട്ടിലും വേറൊരു നന്മ ദൈവമക്കൾക്കില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു നന്മ ആർക്കില്ല. അയ്യോ, ആ യേശുവിനെ ഉയർത്താത്ത പ്രസംഗമല്ലെന്നേ. ആ യേശുവിനെ ഉയർത്താത്ത ബൈബിൾ ക്ലാസ് അല്ലെന്നേ. ദൈവമക്കളുടെ അകത്തേക്ക് കയറേണ്ട വെളിപ്പാട് ഈ ക്രിസ്തുവിനെ കുറിച്ചാ. ഹല്ലേലൂയ. അതുകൊണ്ടാ കൊലോസിലെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റ നിങ്ങൾ എന്തന്വേഷിക്കണം? ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഉയരത്തിലുള്ളത്. അപ്പൊ നമുക്ക് അന്വേഷിക്കാൻ എവിടത്തെയാ? ആമേൻ. ഇവിടുത്തെ എന്താണെന്ന് 5-ാമത്തെ വാക്യം മുതൽ പറയുന്നുണ്ട്. ഇവിടുത്തത് നമ്മൾ അതല്ല എന്ത് ചെയ്യേണ്ടത്. സമയം അവസാനിക്കും. ഞാൻ ഒറ്റ വേഗത്തിൽ ആ വാക്യം നോക്കി, കൊലോസ്യ ലേഖനത്തിൽ നിന്ന് നോക്കി. ആകയാൽ ഇവിടുത്തെ കാര്യങ്ങളാ പറയുന്നത്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന. അടുത്തത് എന്തുവാ? ആരുടെ മേല? അപ്പൊ എല്ലായിടത്തും ദൈവത്തിന് എന്താ സ്ട്രെസ് ചെയ്യുന്നത്? അനുസരണം. എന്നിട്ട് നോക്കി, അടുത്ത് നോക്കി. നിങ്ങൾ എപ്പം നടന്നു പോന്ന? മുൻപേ അവയിൽ. എന്നിട്ട് അടുത്ത് അച്ഛാ വായിച്ചോ. മതി, ഇനി ഞാൻ വിവരിക്കണ്ടല്ലോ. അപ്പൊ ഈ സ്വഭാവമൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അല്ല, ഈ സ്വഭാവമൊക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെ കർത്താവ് പറയുന്നത്, പണ്ട് നിങ്ങൾ ഈ വഴിയിലൊക്കെയാ, ഇപ്പോഴങ്ങനെ. അപ്പൊ ഇപ്പോഴിങ്ങനെ ഈ സ്വഭാവമൊക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താ? ഭൂമിയിലുള്ളതാ. 3-ാം വാക്യം നോക്കി. 3-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ ക്രിസ്തുയേശുവിനെ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ എവിടെയുള്ള ചിന്തിക്കണം. അപ്പോൾ കർത്താവായി യേശു ക്രിസ്തു അകത്ത് വന്ന് ഒരുവൻ ചിന്തിക്കേണ്ടത് എന്താ? ഈ സ്വഭാവമൊക്കെ നമ്മൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതല്ല, കോട്ടയത്ത് നിന്ന് ഞാൻ കൊണ്ടെന്നല്ല, ദൈവം പറഞ്ഞ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്തുണ്ടെന്നാ? നമ്മൾ എന്തോ അന്വേഷിക്കുന്നത്? ഞാൻ ഇതുകൊണ്ടാണ് ദൈവമക്കളെ 1-ാമത്തെ ദിവസം മുതൽ ഈ നിമിഷം വരെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പറയുന്ന ഒരൊറ്റ കാര്യം, അകം മാറിയേ പറ്റൂ. രക്ഷപ്പെടണോ? നമ്മുടെ ജീവിതത്തിന്റെ അകം മാറിയേ പറ്റൂ. നാം ഉയരത്തിലുള്ളത് അന്വേഷിച്ചേ പറ്റൂ. ഇവിടെ ലേഖകൻ പറയുകയാണ്, എന്താണെന്നറിയാമോ? നാം പറയുക, ഇവിടെ കാണുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഭാഗത്തേക്ക് വരാം, 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ പറയുകയാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചും തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ എന്ത് ചെയ്തു? അപ്പൊ 3-ാമത്തെ യേശുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ എന്ത് ചെയ്തു? പൂർണ്ണ യാഗമായി എന്ത് ചെയ്തു? തീർന്നു. ഈ പഴയ നിയമത്തിലെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു മഹാപുരോഹിതന് എന്തല്ലായിരുന്നു? പൂർണ്ണൻ. ജനത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്നതിന് മുൻപ് അവന്റെ പാപത്തിന് എന്ത് ചെയ്യണം? ഏകദേശം 27 യാഗങ്ങളോളം അവന്റെ പാപത്തിന് പരിഹാരമായി എന്ത് ചെയ്യണം. എന്നാൽ നമുക്ക് യേശുവിൽ കാണാൻ കഴിയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, യേശു പാപമില്ലാത്തവനാ. യേശുവിന്റെ പാപത്തിന് പരിഹാരമായി എന്ത് ചെയ്തില്ല? ഒരു യാഗം എന്ത് ചെയ്തില്ല. മറിച്ച് യേശു ആരായി മാറി? പാപത്തിന് പരിഹാരമായി മാറി. അതുകൊണ്ടാണ് ലേഖനോട് പറയുന്നത്, അങ്ങനെ പാപത്തിന് പരിഹാരമായ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാ. അവൻ അഹരോനെക്കാട്ടിലും വലിയവനായ ദൈവമാ. ഒറ്റ വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച്. അപ്പൊ ഈ കർത്താവായ യേശു ക്രിസ്തു തികഞ്ഞവനാകണമെങ്കിൽ കഷ്ടതയിലൂടെ പോകണമായിരുന്നു. യേശുവിന്റെ ജനനം തികഞ്ഞല്ലായിരുന്നു? യേശുവിന്റെ ജീവിതം തികഞ്ഞല്ലായിരുന്നു?
യേശുവിന്റെ പ്രവർത്തനം തികഞ്ഞല്ലായിരുന്നോ? പിന്നെ എന്താ ഇവിടെ ലേഖകൻ പറയുന്നത്? ലേഖകൻ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇംഗ്ലീഷ് ഇതേ, ഹി വാസ് മെയ്ഡ് പെർഫെക്റ്റ് ത്രൂ സഫറിങ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ അതിന്റെ മൂലഭാഷയിൽ പഠിക്കുമ്പോൾ പൂർണ്ണത തെളിയിക്കപ്പെട്ടെന്ന എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ വാസ് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞതിന്റെ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കഷ്ടതകളിലൂടെ യേശു കടന്നു വന്നപ്പോൾ അവന്റെ പൂർണ്ണത തെളിയിക്കപ്പെട്ടു. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാനൊരു കാര്യം പറയാം. ഒരു നനഞ്ഞ സ്പോഞ്ചിനകത്ത് എന്താണെന്ന് അറിയണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? മനസ്സിലായോ? അത് പിഴിയുമ്പോഴാണ് അറിയുന്നത് എന്താ അതിനകത്ത് വെള്ളമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ. ഇതുപോലെ ലേഖകനോട് പറയുകയാണ്, കഷ്ടതയിലൂടെ യേശു കടന്നുപോയപ്പോൾ സംഭവിച്ചത് അവൻ പ്രൂവ് ചെയ്തു. അവന്റെ പൂർണ്ണത എന്ത് ചെയ്തു? തെളിയിക്കപ്പെട്ടു. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ ഒറ്റ കാര്യം പറയാം. ഞങ്ങളുടെ മലയാളത്തിൽ നമ്മൾ നാട്ടിലൊക്കെ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ തള്ളവറിന് ചവിട്ട് കിട്ടണം യഥാർത്ഥ സ്വഭാവം പുറത്തു വരണമെങ്കിൽ എന്ന് പറയുന്നത് പോലെ കഷ്ടതയിലൂടെ യേശു കടന്നുപോയപ്പോൾ യേശു ആരാണെന്ന് തെളിയിച്ചു. എൻ്റെ പൊന്നു ദൈവമക്കളെ, സ്പോഞ്ച് ഞെക്ക് പിഴിയുന്നത് പോലെ നമ്മെ പിഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ നടുവിൽ പിറുപിറുക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത് കേട്ടോ. നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ ചില പിഴിച്ചിലൊക്കെ ഉണ്ടാകണം. നമ്മുടെ സ്വഭാവത്തിന്റെ പൂർണ്ണത വെളിപ്പെടണമെങ്കിൽ ചില കഷ്ടതയിലൂടെ കടന്നു പോകണം. കഷ്ടതയിലൂടെ കടന്നു പോകും നമ്മെ പിഴിയുമ്പോൾ നമുക്കറിയാൻ കഴിയും നാം ആരാണെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കളെ, നിന്റെ ജീവിതത്തിലെ കഷ്ടത നിന്നെ ഇല്ലാതാക്കാനല്ല, മറിച്ച് നിന്നെ തെളിയിക്കപ്പെടുവാൻ വേണ്ടിയാ, നിന്നെ പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ലേഖനം കഷ്ടത സഹിഷ്ണുതയും എന്ത് ചെയ്യുക? സിദ്ധതയും പ്രൂവൻ ക്യാരക്ടർ, തെളിയിക്കപ്പെട്ട സ്വഭാവം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്റെ ദൈവമക്കളെ, കഷ്ടതയുടെ നടുവിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ഓർക്കുക, ആ കഷ്ടത നമ്മളെ ഇല്ലാതാക്കാനല്ല, മറിച്ച് നമ്മെ തെളിയിക്കാൻ വേണ്ടിയാ, നമ്മളെ പൂർണ്ണരാക്കാൻ വേണ്ടിയാ. കാരണം എന്തെന്നറിയാമോ? നമുക്ക് വേണ്ടി കഷ്ടതയിലൂടെ സഹിച്ച ഒരു കർത്താവായ യേശു ക്രിസ്തു, ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടഞ്ഞാട്ടെ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചേ. ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മുടെ കൂടെയുണ്ട്. കഷ്ടതയിൽ തെളിയിക്കപ്പെട്ട, പ്രൂവ് ചെയ്യപ്പെട്ട ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടിയുണ്ട്. പാപയാഗമായി തീർന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിന്റെ ചില വരികൾ കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് മടങ്ങാം.